1 ലിറ്റർ പെട്രോൾ ഉണ്ട്. ഈ കാണുന്ന ഹിമാലയൻ നമ്മൾ ആ മലയുടെ മണ്ട കയറ്റാൻ പോവാം. കംപ്ലീറ്റ് ആക്കി അവന് നമുക്കിന്ന് 10,000 കൊടുക്കാം. എവനാണ് ഓടിക്കാൻ പോകുന്നത് ഹിമാലയനോട്ട്? അവൻ എൻ്റെ കൂട്ടുകാരൻ ആഷിക്കാണ് കോൺടസ്റ്റൻ്റായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ഇവൻ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ മലയുടെ മണ്ടയ്ക്കുള്ള 10,000 രൂപ നിനക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോകാം. മണ്ട കയറാനായിട്ട് 2 വഴി മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ ഒരു കണ്ടത്തിൽ കൂടെ, 2 ഈ ഒരു കണ്ടത്തിൽ കൂടെ, മൊത്തവും ഈ ഒരു കണ്ടത്തിൽ കൂടെ പോകാനേ പറ്റുള്ളൂ. സെൻട്രി കാണുന്ന ആ വഴിയില്ല, ഇത് കണ്ട ഇങ്ങനെ മുറിച്ചിട്ടേക്കും. അപ്പോൾ ഇതിലേ കൂടെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കറണ്ട് ഈ ഒരു പോസ്റ്റ് കയറുക നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നീ ഷുവറായിട്ടും തൊട്ടി പോകും. തീർത്ത് കഴിഞ്ഞാൽ 10,000 രൂപ. ഓക്കെ, ആ മലയുടെ മണ്ട സെൻട്രയിൽ കൂട്ടി വഴി വെട്ടിയിട്ടുണ്ട്. ആ ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു 10,000 രൂപ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടി കൊണ്ട് അവിടെ പോയി കയറിക്കിട്ട് ആ 10,000 രൂപ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്കത് വീട്ടിൽ കൊണ്ടുപോകാം. ഓക്കെ, അവനത് സമ്മതിച്ചിട്ടുണ്ട്. ഇതിവൻ കംപ്ലീറ്റ് ആക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അവനത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യും. നോക്കാം എന്തൊക്കെ സംഭവിക്കും, നോക്കാം. നടന്നു തരട്ടെ, ഞാൻ സ്ലോ മോഷന് വേണ്ടി എടുക്കാം. ഓട്ടെ, പോകുന്നതിന് മുമ്പ് 2 വാക്ക് എന്തെങ്കിലും സംസാരിക്കേ. വണ്ടി എത്രത്തോളം നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയാണ് നമ്മളിന്ന് തൊളിയിലിട്ട് ഉഴുതു മറിക്കാൻ പോകുന്നത്. എല്ലാം മനസ്സിലായില്ലേ? ഫസ്റ്റ് ടൈം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, എടുത്തോ. ഞാൻ ഒന്നുകൂടെ പറയാം, ആരെയും ഹെൽപ്പിന് വിളിക്കാൻ പറ്റത്തില്ല. വണ്ടി ഓടിച്ചാൽ കയറ്റുക. കേരളത്തിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർത്തുക. ഇല്ല, ഇനി റോൾ ചെയ്താൽ കറങ്ങും. താഴത്തേ ഉള്ളൂ. റിവേഴ്സ് ഇറക്കുക, ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്തിട്ട് ഓടിച്ചും കയറ്റുക. അവിടെ വെയിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ബാക്ക് പുള്ള് ചെയ്യുക. എന്നിട്ട് ഒറ്റ റൈബിലും കയറ്റുക. ഇല്ല അത് അവിടെ കയറത്തില്ല, താഴത്തേ ഉള്ളൂ. സൂപ്പർ. ഓക്കെ, നീ ഒന്ന് ക്ലച്ച് കിട്ടോ, ഞാൻ ബാക്ക് ഇറക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ട് ഇട്. വിട് അത് ഫ്രണ്ട് ആയിട്ട് ബാക്ക് ഇറക്കും. നമ്മള് മറ്റേ വർക്കല പോയി സ്കോർപിയോ ഫോണ ഫ്രണ്ട് ഇല്ല. നമുക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ, ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ ബാക്ക് അവിടെ താഴും. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, നീ ഒന്ന് അനക്കി വണ്ടി റിവേഴ്സ് ഇറക്കുക. ഫുൾ റിവേഴ്സ് ഇറക്കി അവിടുന്ന് ഫുൾ ത്രോട്ടിൽ കയറുക. അഷിക്, യു ക്യാൻ ഡു ഇറ്റ്. നിനക്ക് എന്തിന് ചലഞ്ച് വേണമെങ്കിലും ചെയ്യടാ, ഹെൽപ്പ് ചെയ്യാം. ഇറങ്ങി വലി. ഇറങ്ങി വലി. ഫൈനലി ഞാൻ എൻ്റെ റൂള് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നീ മാറും. ഇനി കയറും. അടി ഒറ്റ പോണ്ടായിരുന്നോടാ. ടയറാണ് ഗൈസ് നമ്മള് ലോക്കായത്. അവിടെ ബാക്ക് ടയർ കുറവാടാ, അത് കറങ്ങുന്നത്. അതല്ല, ഇത് ഫ്രണ്ട് ജാമായിരിക്കും. നല്ല തൊളിയാണ്. ഇങ്ങനെ മൊബൈൽ എടുത്ത നീ ബാക്ക് മുട്ടുന്നേ ഉള്ള
ബാക്കി എന്ന് കയറിയിട്ടാ. ഇല്ലടാ, അപ്പൊ വീണ്ടും താഴ്ത്തു വരും. നീ വലിയ റവ് ചെയ്യണ്ട, ചെറുതായിട്ട് ചെറിയ റവിൽ പോകും. വലി ബാക്ക് വലി. വീണ്ടും അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ അനിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഇല്ല കൂടുതൽ എടാ ചെറിയ റബ്ബ് എടുത്ത് പോയാൽ മതി. Nice. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 15 മിനിറ്റായി. എടാ ആ മുഴപ്പിൽ കയറ്റാൻ പറ്റുമോ? അവിടെ കയറ്റാൻ കഴിച്ചാൽ അങ്ങനെ കയറി പോവാം. തള്ളു, കുഴപ്പമില്ല തള്ളു. ഇല്ല തരുന്നില്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അവിടെ തള്ളി കയറ്റിട്ട് അതിനെ മണ്ട കയറ്റാം. തള്ളി കയറ്റും. ഈ വണ്ടി അവൻ റിവ്യൂ ചെയ്യുമ്പോൾ നീ കണ്ണും വായെല്ലാം അടച്ചോണം. കണ്ണായി കയറി പോകും. സൈഡിൽ നിന്നുള്ളറിയാ. ഓ ഇതിന്നി സൈഡിൽ നിന്നുള്ളത്. ഓ ഗായ്സ്, ഇതാ അവരുടെ 3 പേരും കൂടി അത് തെള്ളി കയറ്റിയിരിക്കുകയായിരുന്നു. അൺലിമിറ്റഡ്. ഞാൻ പറഞ്ഞ് കട്ടി കയറ്റ കേട്ടത്. ഇറക്കല്. ഹിമാലയൻ നാണക്കേടാ അവൻ്റെ കൂടെ പോകുമ്പോൾ. എന്റെ കാര്യം ഇരിക്കത്തില്ല. നീ ഒരു കാര്യം ഞാൻ സൈഡാ കേട്ടോ ആറ്റി. ഇതിലേ കേറിയാ മതിയായിരുന്നു. അതല്ലേ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡ് പിടിച്ച് കയറിയായിരുന്നു. ഈ വഴി കയറിയത് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ. അങ്ങനെ കറങ്ങി കയറിയാണ്. ഇല്ല അതാണ് പറയുന്നത്. വാ 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 അതിലെ കൂടി ഇങ്ങനെ അറിയാം. കാശിക്ക് ഫുൾ ഇറക്കിയിട്ട് കയറി വരുന്നോ?
വണ്ടി നിന്ന് കയറും. ഒരു അഡ്വഞ്ചർ വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് വണ്ടി നിന്ന് കയറുക എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പോലുള്ളൊരു തേരിയല്ല, കാരണം ഇത് ഇങ്ങനെ നടക്കുന്ന തേരിയ. ഗോപ്രോയിൽ വൈഡായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫൈനലി ഈ കാണുന്ന ടെറൈനിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. ടാസ്ക് തുടങ്ങിയപ്പം ഒരു കോൺടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 1, 2 ഞാൻ ഉൾപ്പെടെ 3 പേരായി ഈ വണ്ടി ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഇവിടെ കയറ്റെന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഇതാണ് നമ്മളെ അതിരമണീയമായ അതിരമണീയമായ ടെറൈൻ, ദ ബിഗ് ടെറൈൻ. ഇത്രയും ഗ്രിപ്പില്ലാത്ത ടയറാണ് നമ്മളെ ബുദ്ധിമുട്ടി. നല്ല കുറേ ഗ്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവൻ്റെ കഴപ്പാറിന് തീർന്നേ. നമ്മൾ കൊടുത്ത എല്ലാ റൂളും ബ്രേക്ക് ചെയ്തു. ഒരാളെന്ന് പറഞ്ഞിട്ട് അവസാനം 3 പേര് വരേണ്ടി വന്നു. ഓക്കെ, ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അത് നമ്മൾ 10 മിനിറ്റ് സമയം കൊടുത്തിരുന്നത്. ആ 10 മിനിറ്റ് എന്നുള്ളത് ഇപ്പം 21 മിനിറ്റ് ആയി. കാരണം നമ്മളവിടെ ഏറ്റവും കഷ്ടപ്പെട്ട കണ്ടത്തിലാണ്. അവിടെ ഫ്രണ്ട് ടയറൊന്നുമില്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞു ഇവിടെ. അതെ, ഇവിടെയും. പക്ഷേ ഇവിടെ യവന്മാരാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവിടുന്ന് ആ ലെഫ്റ്റ് സൈഡ് പിടിച്ച് കയറുന്നതായിരുന്നു. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായുള്ള ഓഫ് റോഡ് സൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. നമ്മളെ കോൺടസ്റ്റന്റിന്റെ കാല് പുള്ളുകൊണ്ട് നമ്മൾ പകുതിക്കൊന്ന് നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി. അടുത്തതായി യൂട്യൂബർ റഫീഖ് ഈ വണ്ടി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഇറക്കുന്നുണ്ട്. ഇതാ വണ്ടി ഓഫ് റോഡ് കയറ്റുന്ന മാത്രമല്ല, ഇറക്കുന്നതാണ് അതിലും പിടിച്ച ടാസ്ക്. ഇതാ വീണ്ടും ആ ദുർഗുണം പിടിച്ച കണ്ടത്തിൽ വണ്ടി ഇറക്കിയിരിക്കുകയാണ് റഫീഖ്. കാശിക്കൂടെ തള്ളു. ദുർഗുണം പിടിച്ച പാതയിലൂടെ നമ്മൾ പിന്നെ തിരിച്ചിറക്കുകയാണ്. ഏത് മോഡ്? RFX മോഡ് ഏതാ? See you on the next video. Bye.